മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ ജീവിതത്തിൻ്റെ ഉപ്പ് എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനുള്ളതാണ്. കഥാപാത്ര നിരൂപണം. ഉപ്പുകൊറ്റൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പറയിപെറ്റ പന്തിരുകുലത്തിലെ പ്രധാന കഥാപാത്രമാണ് ഉപ്പുകൊറ്റൻ. ഉപ്പുവിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, കറുത്ത താടി, തോളിലൊരു സഞ്ചി, അരികിൽ ഉപ്പുചാക്ക്. ഇങ്ങനെ അലസമായ ഭാവമാണ് ഉപ്പുകൊറ്റന്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഉപ്പുകൊറ്റന് വീടില്ല. എപ്പോഴും അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കും. എത്തിയിടത്ത് കിടന്നുറങ്ങും. കിട്ടുന്ന ഭക്ഷണം കഴിക്കും. സ്ഥിരമായി ഒരിടത്തും താമസിക്കാറില്ല. പുഴയെപ്പോലെയാണ് തൻ്റെ ജീവിതമെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കുന്നു. അമ്മയുടെ സ്നേഹം ലഭിക്കാത്തതിലുള്ള സങ്കടവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുട്ടികളോട് നല്ല സ്നേഹമാണ് ഉപ്പുകൊറ്റന്. കുട്ടികൾക്ക് നൽകാൻ എപ്പോഴും എന്തെങ്കിലും അദ്ദേഹം കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഉപ്പുകൊറ്റന് വലിപ്പ ചെറുപ്പങ്ങളിൽ വിശ്വാസമില്ല. എല്ലാവരും മനുഷ്യരാണ്, ഒരേ ചോരയാണ്. അതുകൊണ്ട് പ്രത്യേകമായ ബഹുമാനം ആരും അർഹിക്കുന്നില്ല എന്നാണ് ഉപ്പുകൊറ്റൻ്റെ അഭിപ്രായം. അത്ഭുത സിദ്ധികളുള്ളവനും മായാജാലങ്ങൾ അറിയുന്നവനുമാണ് ഉപ്പുകൊറ്റൻ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ് തൻ്റെ കഴിവുകൾ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്. എന്തുകൊണ്ടും പ്രത്യേകതകളുള്ള വ്യക്തിത്വമാണ് ഉപ്പുകൊറ്റൻ്റേത്. മഹത്വമുള്ള ഒരു കഥാപാത്രമാണ് ഉപ്പുകൊറ്റൻ. പ്രയോഗ വിശേഷങ്ങൾ കണ്ടെത്താനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇടവഴി താണ്ടി നടവഴി താണ്ടി ഉപ്പുകൊറ്റൻ വിളിച്ചു ചോദിക്കുകയാണ്. അയാൾ നടക്കുകയാണ്. മല കയറി, കാടുകടന്ന്, കുന്നിറങ്ങി, വയൽ മുറിച്ച്. ഇവിടെ ഇടവഴി താണ്ടി നടവഴി താണ്ടി എന്നതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസിൽ മല കയറി, കാടുകടന്ന്, കുന്നിറങ്ങി, വയൽ മുറിച്ച് ഇതിനടിയിൽ വരച്ചിട്ടുണ്ട്. അടിവരയിട്ട പ്രയോഗങ്ങളുടെ ഉദ്ദേശം ചർച്ച ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഉപ്പുകൊറ്റൻ്റെ അലഞ്ഞു തിരിഞ്ഞുള്ള യാത്ര സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണിത്. അദ്ദേഹം കടന്നു ചെല്ലാത്ത വഴികളില്ല. ഉപ്പ് വിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിക്കുന്നത്. ഉപ്പും ചുമന്നുകൊണ്ട് നടവഴിയും ഇടവഴിയുമെല്ലാം അദ്ദേഹം പിന്നിടുന്നു. അങ്ങനെ ക്ലേശകരമായ യാത്രയാണ് ഉപ്പുകൊറ്റൻ്റേത്. കാടും കുന്നും വയലും കടന്നാണ് കഷ്ടതകൾ നിറഞ്ഞ യാത്ര. അദ്ദേഹം നടന്നാണ് ഉപ്പ് വിൽക്കുന്നത്. എവിടെ എത്തുന്നുവോ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. വീടും കൂടുമൊന്നുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ജീവിതമായിരുന്നു ഉപ്പുകൊറ്റൻ്റേതെന്ന് ഈ പ്രയോഗങ്ങൾ വ്യക്തമാക്കുന്നു.